കൊച്ചിയിൽ ഓടുന്ന കാറിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപിനെതിരായ പോലീസിന്റെ വാദം പൊളിക്കുന്ന വിവരങ്ങൾ ദിലീപിന്റെ വിവാഹമോചന ഹർജിയിലുണ്ടെന്ന് വിവരം. കുടുംബ കോടതിയിലിരിക്കുന്ന ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്നാൽ പോലീസിന്റെ ആരോപണങ്ങൾ മുഴുവൻ പൊളിയുമെന്നും വാദി പ്രതിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകരുന്നതിന് ആക്രമിക്കപ്പെട്ട നടി കാരണമെന്നും ഇതിലുള്ള പകയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ വാദം. എന്നാൽ നടിയെ ആക്രമിക്കാൻ ആദ്യ ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് ആരോപിക്കുന്ന 2013 പോലും ദിലീപും മഞ്ജുവും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. ഇക്കാര്യം കോടതിക്ക് പരിഗണിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരെ അറിയിച്ചതിന്റെ പകയാണ് 2013 ഗൂഢാലോചനയുടെ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അന്ന് മഞ്ജുവുമായി ഒന്നിച്ച് ജീവിച്ചിരുന്ന താരത്തിന് എന്തിന് ആക്രമിക്കപ്പെട്ട നടിയോട് പക തോന്നണമെന്നാണ് പ്രധാന ചോദ്യം. ഇതോടെ പോലീസ് ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. മാത്രമല്ല, മഞ്ജുവും ദിലീപും നൽകിയ ഹർജിയിൽ കാവ്യമാധവനെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല. വിവാഹമോചനത്തിലേക്കുള്ള നയിച്ച വ്യക്തികളെക്കുറിച്ച് ഇരുവരുടെയും ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന്റെ സ്വകാര്യതയെ മാനിച്ച് വിവാഹമോചന ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ദിലീപ് പ്രത്യേക അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ദിലീപിന്റെ പേര് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹവുമായി ഭൂമി ഇടപാട് ഇല്ലായിരുന്നുവെന്ന് നടി പറഞ്ഞതും ദിലീപിന് അനുകൂലമായി മാറുമെന്നാണ് സൂചന. ആദ്യ ഗൂഢാലോചന നടന്നുവെന്ന് അന്വേഷണ സംഘം ആരോപിക്കുന്ന 2013 ശേഷം 2 വർഷം കൂടി കഴിഞ്ഞ് 2015 ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞത്. മകളുടെ ഭാവി ഓർത്താണ് താനൊന്നും പറയാത്തതെന്നും തന്നെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് കാരണം കാവ്യ അല്ലെന്നും ആയിരുന്നെങ്കിൽ കാവ്യയെ രണ്ടാം വിവാഹം കഴിക്കില്ലെന്നും ദിലീപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.